അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വലിയ പെരുന്നാളും ഹജ്ജും ഒക്കെ സുന്ദരമായ ആ മനോഹരമായ വേളകളിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മുടെ ഹാജിമാർക്കും ഹജ്ജുമാർക്കും അവരുടെ ഹജ്ജ് മഖബൂലും മബ്റൂറുമാക്കി അള്ളാഹു കൊടുക്കുമാറാവട്ടെ. നാട്ടിൽ നമ്മൾ ഹജ്ജിന്റെ ഈ സുന്ദരമായ വേളയിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ ഉളുഹിയ്യത്ത്, ബലികർമ്മം. നമ്മളെല്ലാവരും ബലികർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ധാരാളം ആളുകൾ അതിൽ പങ്കാളികളാകുന്നുണ്ട്. ഏറ്റവും നല്ല പോത്തിനെ നോക്കി അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉരുവിനെ നോക്കിയിട്ട് ഗംഭീരമായിട്ട് അതിന്റെ മേന്മകളും എല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവരും മുന്നിട്ട് വരലുണ്ട്. എന്താണ് ശരിക്കും ഉളുഹിയ്യത്തിന്റെ ഒരു ആത്മീയത? ഒരു ഉളുഹിയ്യത്ത് ഇറക്കുന്ന ഒരാൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം നിയ്യത്ത് ഒക്കെ വെച്ചു. ഉളുഹിയ്യത്ത് ഇറക്കുന്ന സമയത്ത് എന്താണ് അദ്ദേഹം മാനസികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മീയമായ ചിന്ത എങ്ങനെയാവണം എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നലെ പോയി ഒരു പോത്തിനെ മേടിച്ചു, ഇന്ന് അറുത്തു കൊടുത്തു. ഉളുഹിയ്യത്തായിട്ട് അത് വീടുമെങ്കിലും ആ മൃഗവുമായിട്ടൊരു ആത്മബന്ധം, ആർക്ക് വേണ്ടിയാണ് ആ മൃഗത്തെ നമ്മൾ അറുക്കുന്നത്, അതൊക്കെ വലിയൊരു വിഷയമാണ്. ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് കേവലം ഒരു മൃഗത്തെ അറുത്ത് വിതരണം ചെയ്യലല്ല ഉളുഹിയ്യത്ത്. ഉളുഹിയ്യത്തിന് വലിയ പിൻബലമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉളുഹിയ്യത്ത് അറുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധയോടെ ഇത് കേൾക്കണം. ഇത് വലിയ പുണ്യ കർമ്മമാണ് നാം ചെയ്യുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളുഹിയ്യത്തിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. മാ അമില ഇബ്നു ആദമ മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഹിറാഖിദ്ദം. പെരുന്നാളിന്റെ ദിവസത്തിൽ ഒരു മനുഷ്യൻ ഉളുഹിയ്യത്ത് അറുക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള വേറെ ഒരു അമലും ഇല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് എന്തൊക്കെയുണ്ട്? അന്ന് കുടുംബബന്ധം ചേർക്കലുണ്ട്. പെരുന്നാളിന്റെ ദിനത്തിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലുണ്ട്, അല്ലെ? അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരമുണ്ട്, പെരുന്നാളിന്റെ ഖുതുബയുണ്ട്, സുഗന്ധം പൂശലുണ്ട്, എല്ലാ സുഹൃതങ്ങളും പാവപ്പെട്ടവരെ സഹായിക്കലുണ്ട്. ഈ അമലുകളൊക്കെ നിലനിൽക്കെ അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഹ്റാഖുദ്ദം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യകർമ്മം ഇതാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെയാണ് ഉളുഹിയ്യത്ത് അറുക്കുന്നവർ അവന്റെ ഹൃദയത്തെ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടത്. കാത്തിരുന്ന് കിട്ടിയ ഒരു പൊന്നുമോനാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകൻ വയോവൃദ്ധനായിരിക്കെ അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു. റബ്ബി ഹബ്ലി, എനിക്ക് പടച്ചവനെ ദുർരിയത്തൻ ത്വയ്യിബത്തൻ, നല്ലൊരു സന്താനത്തെ എനിക്ക് തരണം. ദുആ ചെയ്തു. അള്ളാഹു അവസാനം കൊടുത്തൊരു പൊന്നുമോനാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു കൊടുത്തിട്ട് സന്തോഷമല്ല കൊടുത്തത്, പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണങ്ങളിലോട്ട് അള്ളാഹു അഴിച്ചു വിടുകയായിരുന്നു. കുഞ്ഞുനാളായപ്പോ തന്നെ ഹാജറ ബീവിനെയും കൂട്ടിയിട്ട് നേരെ മക്കയിൽ പോയിട്ട് അവിടെ ഇട്ടിട്ട് പോയി. മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ പറഞ്ഞു ഇബ്രാഹിമിനോട്. എന്തിനാണ് പടച്ചോനെ എനിക്കൊരു കുഞ്ഞിനെ തന്നിട്ട് മക്കയിൽ ഉപേക്ഷിക്കാൻ നീ പറയുന്നത് എന്തിനാണെന്ന് ചോദ്യമില്ല. ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഉപേക്ഷിച്ചു കൊള്ളണം. അവിടെ ഒഴിവാക്കിയിട്ട് ഇബ്രാഹിം നബി നടന്നു പോകുമ്പോ ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, അമറല്ലാക ബിഹാദ, അങ്ങയുടെ അള്ളാഹു കൽപ്പിച്ചതാണോ? നാം എന്ന് പോലും പറയാതെ വെറും തല ഒരാട്ടലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തലയാട്ടിയുള്ളൂ. ഇതല്ല ഉളയ്യാന, എന്നാൽ ഞങ്ങളെ അള്ളാഹു പാഴാക്കൂല എന്ന് ഹജറ ബീവി എന്ന പ്രിയപ്പെട്ട ഭാര്യ, ഈമാന്റെ സുദൃഢമായ ശക്തികൾ മൂന്നുപേരിലും കാണുന്ന ഒരു വല്ലാത്ത രംഗം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സംഭവമൊക്കെ നമുക്കറിയാം. സംസമിന്റെ ഉറവ പൊട്ടുന്ന രംഗങ്ങളൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഈ വിഷയം നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫലമ്മാ ബലഗ മഅഹു സഅയ, ആ പ്രായപൂർത്തിയൊക്കെ എത്തുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ അറവ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വപ്നം കാണുകയാണ്. സ്വന്തം മകനെ, ഏത് മകനെ? കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോനെ അറുത്തു കൊടുക്കണം. ആർക്ക്? അള്ളാഹുവിന്. സ്വപ്നം കാണുകയാണ്. ഒരു ദിവസം കണ്ടു, 2 ദിവസം കണ്ടു, 3 ദിവസം കണ്ടു. 3-ാം ദിവസം മനസ്സിലായി അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് വരുന്ന സ്വപ്നങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ വഹിയാണെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മോനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഖാല യാ ബുനയ്യ, അല്ലയോ കുഞ്ഞു മോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് നിന്നെ അറുത്തു കൊടുക്കാൻ. ഫൻദുർ മാദാ തറ, എന്താണ് നിന്റെ അഭിപ്രായം? ഒരു മുശാവറ. കൊണ്ടുപോയി അറക്കാൻ പറഞ്ഞപ്പോൾ നേരെ കൊണ്ടുപോയി മോനെ അറുത്തു കൊടുക്കുകയല്ല. അതിശക്തമായ സ്നേഹം. നമ്മളൊക്കെ നമ്മുടെ മക്കളെയൊക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടി സ്നേഹമാണ് ഇബ്രാഹിം നബിക്ക്. കാരണം കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോനാണ്. ഒരു വല്ലാത്ത കൺമണിയാണ് ഇസ്മായിൽ. ആ പൊന്നുമോനെ അറക്കാൻ വേണ്ടി അള്ളാഹു പറയുമ്പോൾ എന്തായിരിക്കും ഇബ്രാഹിം നബിയുടെ മാനസികാവസ്ഥ എന്നുള്ളതിന്റെ ഒരു വല്ലാത്ത പരീക്ഷണം. മകന്റെ മറുപടിയാണ് വളരെ വ്യത്യസ്തമായ മറുപടി.
അങ്ങ് കണ്ട കൽപ്പന, അള്ളാഹു അങ്ങോട്ട് കൽപ്പിച്ചതെന്തോ ഇഫ്അൽ, നിങ്ങളത് ചെയ്യണമെന്നാണ്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, തീർച്ചയായിട്ടും ഞാൻ ക്ഷമയുള്ളവനായിക്കൊള്ളാമെന്ന്. എന്തൊരു മറുപടിയാണ്! നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാകണമെങ്കിൽ അത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ സ്വാലിഹായ ഒരു മകനാകണം. നമ്മളെല്ലാവരും ഓരോ ഇബ്രാഹിം ആകണം. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കൊത്ത് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം. വർത്തമാന കാലഘട്ടത്തിൽ കല്യാണത്തിന്റെ ആഡംബരങ്ങളിൽ തന്റെ മക്കൾക്ക് എന്ത് ഹറാമും കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആഭാസങ്ങൾക്കും ഏറ്റവും വലിയ പിന്നിൽ നിന്നതിന് പിന്തുണ നൽകുന്നത് ആ കുടുംബത്തിലെ വാപ്പമാരാണ്. അതുകൊണ്ട് അള്ളാഹു വലിയ അദാബുകൾ വെക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗമുണ്ട്. ശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, അറക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഫലമ്മാ അസ്ലമാ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു രണ്ടുപേരും അനുസരണയുള്ളവരായെന്നാണ്. രണ്ടുപേരും അനുസരണയുള്ളവർ. അറക്കാൻ വേണ്ടിയിട്ട് കടത്തി കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് മുറിക്കുന്ന ആ ശക്തമായിട്ടാണ് മുറിക്കുന്നത്. ആ സമയത്ത് അള്ളാഹു വിളിക്കുന്നു, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അള്ളാഹു വിളിക്കുന്നു, മോനെ ഇബ്രാഹിം, ഖദ് സദ്ദഖത റുഅ്യ, നിങ്ങൾ ഞാൻ പറഞ്ഞ ആ സ്വപ്നത്തെ നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ആടിനെ അള്ളാഹു ഇറക്കി കൊടുത്തു. സ്വർഗത്തിലുള്ള ആടിനെ അള്ളാഹു ജിബ്രീൽ മുഖേന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ഇറക്കി കൊടുത്തിട്ട്, മോനെ നീ ഇസ്മായിൽ അറക്കരുത്, അറക്കേണ്ടത് ഈ ആടിനെയാണ്. അതാണ് ഉളുഹിയ്യത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഇന്നലെ പോയി ഉരുവിനെ വാങ്ങി ഇന്ന് അകത്ത് കൊടുക്കലല്ല. ഉരുവിനെ മേടിച്ച് നിർത്തി അതിനെ പോറ്റി അതിനെ വല്ലാതെ സ്നേഹിച്ച് ചില ഉളുഹിയ്യത്തിന്റെ പള്ളികൾ കാണാം. അറവെ അറക്കാൻ കൊണ്ടുപോകുന്ന ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിലപ്പോൾ കരയും. താൻ പൊന്നുപോലെ വളർത്തി മകനെ പോലെ കണ്ട ആ മൃഗത്തെ, അതുകൊണ്ടാണ് ആ മൃഗത്തെ നീ കാണുമ്പോൾ ബഹുമാനിക്കണം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഉളുഹിയ്യത്തിന് വേണ്ടി മാറ്റപ്പെടുന്ന മൃഗങ്ങൾ ആ ന്യൂനത ഉണ്ടാവാൻ പാടില്ല, അതിന് ഇറച്ചിയിൽ കുറവുണ്ടാവാൻ പാടില്ല, ആ ന്യൂനത ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിന് വേണ്ടി അറുക്കാൻ വേണ്ടിയിട്ട് മാറ്റപ്പെടുന്ന മൃഗങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ചിഹ്നത്തെ ബഹുമാനിച്ചോ അത് തഖ്വയിൽപ്പെട്ടതാണെന്ന്. അതാണ് മൃഗത്തെ കാണുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയേണ്ടി വരുന്നത്. സഹോദരങ്ങളെ, ഉളുഹിയ്യത്തിന് നമ്മൾ റെഡിയാകുമ്പോൾ, പൈസക്കാര് സമ്പന്നര് ഏതെങ്കിലും വലിയ പോത്തിനെ കൊണ്ട് നടക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇത്തരം ചിന്തകളില്ലെങ്കിൽ കേവലം അറവുകളായി മാത്രം മാറിപ്പോകരുത്. ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞ ആത്മബന്ധമാണ്. ആ ഉരുവുമായിട്ടുള്ള ആത്മബന്ധം, അള്ളാഹുമായിട്ടുള്ള അനുസരണയുടെ വല്ലാത്ത ഉദാഹരണം. ഇബ്രാഹിം നബി ഓർക്കണം, ഇസ്മായിൽ നബി ഓർക്കണം, ഹാജറ റളിയല്ലാഹു അൻഹയെ ഓർക്കണം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വിഷയത്തെ പറയുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ റസൂലേ, എന്താണ് നബി ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സുന്നത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ ചര്യയാണെന്നാണ്. വല്ലാത്ത മറുപടിയാണ്. ഖാലൂ ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങനെ ഉളുഹിയ്യത്ത് നടത്താൻ ഞങ്ങൾക്ക് എന്തുണ്ട് നബിയെ പ്രതിഫലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, അതിന്റെ ഓരോ രോമങ്ങൾക്കും, ആ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്നുള്ള ഓരോ രോമങ്ങൾക്കുമുണ്ട് നന്മകളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. മൃഗത്തെ അറക്കുമ്പോൾ മുക്കാൽ ഭാഗം ഇറച്ചി വീട്ടിൽ കൊണ്ടുവച്ച് വേവിച്ച് തിന്നിട്ട് കുറച്ച് മാത്രം സ്വതക്ക ചെയ്യുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. അങ്ങനെയല്ല, പരമാവധി നമ്മൾ സ്വതക്കയാവണം. ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും അത് കൊടുക്കണം. ഉളുഹിയ്യത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട്, അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. വളരെ ഗൗരവമായിട്ട് ഈ വിഷയം നമ്മൾ കാണണം. ഫാത്തിമ ബീവിയോട് അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട്, യാ ഫാത്തിമ ഖൂമി ഫശ്ഹദി ഉളുഹിയ്യതകി ഫഇന്നഹു യുഗ്ഫറു ലകി ബിഅവ്വലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ കുല്ലു ദംബിൻ അമിൽതഹു അമിൽതി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ച് പറയുന്നുണ്ട്, ഫാത്തിമ, നിന്റെ ഉളുഹിയ്യത്ത് അറക്കുമ്പോൾ നീ അവിടെ ഉണ്ടാകണം. ഫാത്തിമ, ആ മൃഗത്തിന്റെ രക്തം ഭൂമിയിൽ വീഴുന്ന സമയം നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉളുഹിയ്യത്തിന് വേണ്ടി പങ്കാളികളാകാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടുകൂടി മുന്നിട്ട് വരുന്നവരെ, നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ ഇസ്മായിൽ ഉണ്ടാകട്ടെ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി എന്ന പ്രവാചകന്റെ ആത്മസമർപ്പണം. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സമയങ്ങളും ഉരുവിനെ അറക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയങ്ങളെല്ലാം അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള സമയങ്ങളാണ്.
അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ മുഴുക. അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഉളുഹിയ്യത്തിന്റെ കർമ്മങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ആരും അത് വീഡിയോയിലൊക്കെ ഷൂട്ട് ചെയ്ത് എല്ലാവരെയും ഷെയറൊക്കെ ചെയ്യുന്ന സംവിധാനത്തിൽ നിന്ന് ഒഴിവായി വളരെ ഭവ്യതയോടുകൂടി ആ കർമ്മം നിർവഹിക്കുക. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.